Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ഇന്ന് എന്റെ കൂടെ വന്നിരിക്കുന്നത് ആരെന്നറിയോ? ബിഗ് ബോസിലെ ഒരു യാത്ര മതിയാക്കിയിട്ട് ഇനി എന്റെ കൂടെ യാത്രയാവാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ ആക്റ്റീവ് അല്ലാത്തൊരു പേഴ്സൺ പോലെ തോന്നുന്നു. ഇല്ല. അപ്പൊ ബിഗ് ബോസിൽ ഹൗസിൽ പോയത് കൊണ്ട് എന്തായിരിക്കും മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പഠിച്ച ഒരാളാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇതൊരു 5 സെന്റില് ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട്. പെയിന്റിംഗ് വർക്കും ഈ ടെക്സ്ചർ വർക്കും എല്ലാം നമ്മൾ തന്നെ ചെയ്തത്. മിന്റേനും പിടിച്ചതിനും എല്ലാത്തിനും അടി, എന്തെടുത്താലും അടി. സുരേഷേട്ടനെയും റോക്കിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു. നോക്കുത്തി അത്ര ബാഡ് കാര്യമൊന്നുമല്ല. എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു പറയാൻ പറ്റില്ല. അതെന്തത് 18 വയസ്സിന് കഴിഞ്ഞിട്ടല്ലേ? ബെസ്റ്റ് മാരേജിലൊക്കെ 18 വയസ്സാണ്. ശരിക്കും അതിന് മുന്നേ കിട്ടിയത്. മോളുടെ അല്ല ആ മുഖം നോക്കാൻ എല്ലാവരും വീട്ടിൽ ഇതേപോലെ കണ്ടിന്യൂസ് വഴക്കുണ്ടെങ്കിൽ ആർക്കും പറ്റത്തില്ലല്ലോ. ആ ഒരു ഇത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ മിസ് ചെയ്തില്ല എന്റെ അകത്ത് പോയിട്ട്. അതിനെ മിസ് ചെയ്യാതിരിക്കും, പിന്നെ അതിനെന്നും മിസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഹായ്, ബിഹൈൻഡ് വിത്ത് സൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആരെന്നറിയോ? ബിഗ് ബോസിലെ ഒരു യാത്ര മതിയാക്കിയിട്ട് ഇനി എൻ്റെ കൂടെ യാത്രയാവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് ഒരു പുള്ളിക്കാരനെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു ബൈക്കറാന്നൊക്കെ അല്ലേ പേര് പറയണേ. അപ്പം ഈ ട്രിപ്പൊക്കെ പോകുന്നു പറഞ്ഞാൽ ബിഗ് ബോസിന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് മുന്നേ എന്നെ ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകണം. തൽക്കാലം സ്കൂട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം എന്നെ ബാക്കിൽ വെച്ചിട്ട് ഒരു 2 അടി മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിഞ്ഞ് കയറിയതാണ് ഇതിൻ്റെ പുറത്ത് അല്ലേ. അപ്പം നമ്മൾ ഞാൻ അങ്ങോട്ട് പോവല്ലേ? നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, പോവാം. നേരെ വീട്ടിലോട്ടല്ലേ? ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ? പോണേക്കാൾ മുന്നേ 2 ആഴ്ച അവിടെ വീണായിരുന്നു എന്ന് പോകുമ്പോൾ. ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ബിഗ് ബോസിലേക്ക്. എന്നിട്ട് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റില്ല. ഒന്നും പറ്റിയില്ല, ദൈവം രക്ഷിച്ചു. ദൈവം രക്ഷിച്ചു, അത് കാരണം പോകാൻ പറ്റിയിരുന്നു. അതെ, കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഉള്ളേരിയിലോട്ടാണ് വീട് അല്ലേ? അതെന്താ ഇങ്ങനത്തെ ഒരു സ്ഥലം തന്നെ? ഭയങ്കര നമ്മളൊക്കെ വിചാരിച്ചു ഭയങ്കര കുറച്ച് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഭയങ്കര ശാന്തത. അതന്നെ, ഭയങ്കര ശാന്തത, പീസ്, ക്വൈറ്റ്, കാം. ഒരു ഭയങ്കര ഉള്ളേരിയാണ്. ഇവൻ കോതമംഗലത്തിലെ ചെറുവട്ടൂർ എന്ന് പറയുന്നത് മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിന്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ഉള്ളേരിയ ആയിട്ടുള്ളത്. ഇവിടെ പണികൾ നടക്കുക വീടിനൊന്നും? വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ മാത്രമല്ലല്ലോ, ഇവിടെ ആളുണ്ട്, ഇവിടെ ആളുണ്ട്, ഇവിടെ ഇതിനിപ്പോ വരും അടുത്തന്നെ. അതെ. അപ്പൊ ഇത്രയും വലിയൊരു സ്ഥലത്ത് നിൽക്കുന്ന ഇതാണ് നമ്മുടെ താരം അല്ലേ? പുതിയ താരമായി വന്നിരിക്കുകയാണ്. 2 ആഴ്ച കൊണ്ട് തന്നെ തരംഗം സൃഷ്ടിച്ചു. എങ്ങനെ ഡംബ് ആവാം, എങ്ങനെ ആക്റ്റീവ് ആവാം, എങ്ങനെ എല്ലാ സാധനവും ഞാൻ അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ എല്ലാ നവരസങ്ങളും ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് വന്നത്. അതിലെനിക്ക് എല്ലാ പൂർണ്ണ അഭിമാനമേ ഉള്ളൂ. പക്ഷെ അവിടെ എപ്പോഴും ഹൗസിൽ അവര് പറയുന്നല്ലേ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ല, പിന്നെ ആക്റ്റീവ് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ ആക്റ്റീവ് അല്ലാത്തൊരു പേഴ്സൺ പോലെ തോന്നുന്നു. ഇല്ല. അപ്പൊ ബിഗ് ബോസിൽ ഹൗസിൽ പോയത് കൊണ്ട് എന്തായിരിക്കും എന്റെ ഒരു മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കുറച്ച് എന്തെങ്കിലും തോന്നിയായിരുന്നു അവിടെ ഇരിക്കുമ്പോ? ഷുവറായിട്ടും. കാരണം എനിക്ക് ഞാൻ പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു കേട്ടത്, ഏഷ്യനെറ്റുകാർക്ക് തെറ്റ് പറ്റിയ എന്തായാലും അവരുടെ പ്രശ്നമല്ല. കാരണം ഞാൻ അവർക്ക് നല്ല രീതിയിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും നല്ല രീതിക്കാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇന്റർവ്യൂസ് ഒക്കെ ആ ഒരു ഇത് നോക്കിയിട്ടാണ് അവർ എന്നെ അറ്റൻഡ് ചെയ്തത്. ഞാനും എൻ്റെ ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് ബിഗ് ബോസിലോട്ട്. പക്ഷേങ്കിൽ ഇത് ചെറിയ ആള് ചെറുത്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കും ആ ഒരു മൊത്തത്തില് ഫുൾ വഴക്ക് മാത്രം. നിങ്ങൾക്കറിയാം, നമ്മൾ അവിടെ ആകെ ഈ 19 മുഖങ്ങൾ കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം അറിയുന്നില്ല, ഉറങ്ങുന്നത് എപ്പോഴാണെന്നറിയില്ല. ഈ എണീറ്റിരിക്കുന്നതിൻ്റെ ഇടയിൽ വഴക്ക് മാത്രം കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങൾ തന്നെ നമ്മുടെ വീട്ടില് ഒരു മെമ്പർ എന്നും വഴക്കുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റും? നമുക്കൊരു ഹാപ്പി ആയിട്ട് ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കാൻ പറ്റുമോ? എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഫേസ് ഞാൻ പോയിട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് ഇത്രയും യാത്ര ചെയ്യുന്ന ഒരാളാണ്. എല്ലാം എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പഠിച്ച ഒരാളാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാനൊന്നും ചെയ്തൊന്നുമില്ല, മിണ്ടായിരുന്നു. അതാണല്ലോ പ്രശ്നം. അതാണ് എല്ലാവരും ആക്റ്റീവ് അല്ല നിഷാന, തീരെ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞത്. ഇത് എന്താ സംഭവിച്ചത്? എവിടെന്നാ ഇത്? അവിടെ ഒരു കുഴി കുത്തിയിട്ട് അവിടെ മറ്റേ മരങ്ങൾ, ഇത് മൊത്തത്തിൽ ഇപ്പൊ വീട് വരാനായിട്ട് JCB വന്ന് മാന്തല്ലോ. അപ്പൊ ഒരു മരത്തിന്റെ വേരാണിത്.
ഓ എന്നിട്ട് അത് പെയിന്റ് അടിച്ച് വെച്ചതാ? അതിനെ ഞാൻ ഇങ്ങനെ ആക്കി അവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടെന്ന് അങ്ങനെ ആക്കി ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ കൊണ്ട് ചെയ്തു. അവിടെ മരം വെട്ടിയപ്പോ ഉണ്ടായിരുന്നതിനൊക്കെ വെള്ള പെയിന്റ് അടിച്ച് മൊത്തം ക്രാഫ്റ്റിങ്ങിലൊക്കെ താല്പര്യമുള്ളതാണെന്ന് തോന്നുന്നു. കുറെ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഓണായിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അതെ, വീട്ടിലത്തെ പെയിന്റിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. പിന്നെ അതേപോലെ ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ദട്ടുകാരുടെ നിരന്ന് വാങ്ങിയ സാധനങ്ങൾ. ഇതെല്ലാം ഇതിലൊന്നും പോലെ പൈസ കൊടുത്ത് വാങ്ങിയത്തില്ല. ഈ ചെടികളെല്ലാം ഞാൻ ഇവിടെ പോയിട്ട് നടന്ന് ഒരു വട്ടം ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് കാടളകിയ പോലെ വന്ന്, ചേച്ചി ഒരു ചെടി തരുമോ പ്ലീസ്, ഒരു തുണ്ട് തരുമോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊടുന്ന്. കുഞ്ഞാപ്പിന്റെ ടീച്ചറും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലും കുറെ ചെടികളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് നിഷാൻ ചേച്ചിയുടെ വീടിന്റെ അകത്തേക്ക് പോകാൻ പോവാണ്. അപ്പൊ ഇനി മക്കളെയും അമ്മേനെയും എല്ലാവരെയും കണ്ടിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? അതെ, ഓക്കെ. ഇതാണ് ചൈത്ര പിറന്നാളിന്റെ അന്ന് തന്നെ വെച്ചൊരു വീടല്ലേ? നവംബർ 25. എത്ര റൂം ഇവിടെ? ഇവിടെ 2 റൂം. 2 റൂം, ഒരു കുഞ്ഞു ഹാള്, ഒരു വാഷ്റൂം, ഒരു അടുക്കള. എത്ര നാളത്തെ പണിയായിരുന്നത്? പണി കഴിഞ്ഞിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. ഇതെല്ലാം ഈവൻ ടൈൽ വർക്കൊക്കെ എനിക്ക് ഇതുണ്ടല്ലോ, ഇതെല്ലാം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ടൈലിൻ്റെ ഉള്ളിലുള്ള ബാക്കി ഫില്ലിങ് വർക്കൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തത്. ബാക്കി സമയം കിട്ടിയില്ല. പിന്നെ പെയിന്റിങ് വർക്കും ഈ ടെക്സ്ചർ വർക്കും എല്ലാം നമ്മൾ തന്നെ ചെയ്തത്. മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് ഒന്ന് ഭംഗിയായിട്ട് ഒരു കുഞ്ഞു സ്വർഗ്ഗമാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കയറി വന്നപ്പോ തന്നെ ഉണ്ടല്ലോ വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ബിഗ് ബോസ് കിട്ടിയ അവാർഡ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് ഇതൊരു പ്രിന്റിംഗ് ഷോപ്പിൽ കൊടുത്ത് ഒരു വേറെ സ്റ്റിക്കർ നല്ല ഹീറോ ആയിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ അത് ചെയ്ത് ശരിയാവില്ലല്ലോ, അത് ഞാൻ എന്തായാലും വേണ്ട. നോക്കൂത്തി അത്ര ബാഡ് കാര്യമൊന്നുമല്ല, അതിന് വേണം ഒരു കഴിവ്. അതല്ലേ, അതിന് വേണം ഒരു കഴിവ്. സോ അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് കിട്ടി, ഫസ്റ്റ് കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു നോക്കൂത്തി കിട്ടുന്നുള്ളത്. ഒന്നില്ലെങ്കിൽ ശുദ്ധൻ അല്ലെങ്കിൽ നോക്കൂത്തി, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. സോ അത് ശുദ്ധൻ കിട്ടിയില്ല, ശുദ്ധൻ ഋഷിക്ക് പോയി, നോക്കൂത്തിയായി. നോക്കൂത്തി തന്നെ. എന്റെ അടുത്ത് വന്നപ്പോ പറയേ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അവിടെ പോയിട്ട് ഇത്ര സൈലന്റ് ആവും എന്നുള്ളത് അല്ലേ? ഞാൻ ആക്ച്വലി ലൈഫില് ഇത്രയും സൈലന്റ് ആയിട്ട് മാറിയിരുന്നത് ഇത് ആദ്യമായിട്ടാണ്, ബിഗ് ബോസിൽ വന്നിട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ സത്യം പറഞ്ഞ ഞാൻ എന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സന്തോഷ് സുബ്രഹ്മണ്യത്തെ ജെനിലില്ലേ, ഏകദേശം അതേപോലത്തെ ഒരു ക്യാരക്ടറാ. ഇങ്ങനെ തുള്ളിച്ചാടി എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് മിങ്കിളാവും, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെങ്കിൽ അവിടെ പോയപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് അടിച്ചു. ഞാൻ ഇത്രയും നെഗറ്റിവിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നെഗറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് മിണ്ടേനും പിടിച്ചതിനും എല്ലാത്തിനും അടി, എന്തെടുത്താലും അടി, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അടി. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ചായയുടെ കേസിലാണെങ്കിലും ചിലപ്പോൾ ചോറിന്റെ കേസിൽ, ചിലപ്പോൾ കറിയുടെ കേസിലേക്കാണ് അടിയാവുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു രീതിയിലേക്ക് എനിക്ക് അടി ഉണ്ടാവും. സീരിയസ് കാര്യങ്ങളിൽ അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ അവിടെ നമ്മുടെ ജാസ്മിന്റെയും ഗബ്രീന്റെയും കാര്യത്തിൽ എല്ലാവരും കൂടെ ഹൗസ് മേറ്റ്സ് ഒക്കെ ചേർന്ന ഒരു അടി ഉണ്ടായിരുന്നു. കാരണം അതെനിക്കൊരു വാലിഡ് ആയിട്ട് തോന്നി ചില അടികൾ. പക്ഷെ ചില അടികൾ അവര് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരുപാട് അടികളുണ്ട്. എനിക്ക് അതിന്റെ ഇടയിലൊന്നും നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഫസ്റ്റ് വന്നപ്പോ തന്നെ കുറെ യേശുവിന്റെ ഫോട്ടോകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഒരു ഭയങ്കര ദൈവവിശ്വാസിയാണോ ശരിക്കും? ഞാൻ എല്ലാ ദൈവങ്ങളും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇന്ന ദൈവം എന്നൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോവും, നമ്മുടെ പള്ളിയിൽ പോവും, അമ്പലങ്ങളിൽ പോവും, അതേപോലെ ബുദ്ധിസ്റ്റ് ചർച്ച. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബുദ്ധിസ്റ്റ്. ആ ഒരു ഈവൻ ലഡാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പീസാ, ഭയങ്കര എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ടൈപ്പ് സമാധാനം എന്നുള്ളൊരു ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ആൾക്കാരെയും ആ ഒരു ബുദ്ധിസ്റ്റ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മച്ചി വിശ്വസിക്കുന്ന യേശു. സോ അതിന് വേണ്ടിട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് കൊണ്ടും ഇപ്പൊ അമ്മച്ചി ഞാൻ അങ്ങനെ പറയാറില്ല. അമ്മച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണ്, എല്ലാ ദൈവം ഒന്നാണെന്നൊന്നും ഞാൻ അമ്മച്ചിനോട് പറയില്ല. അവരവരുടെ വിശ്വാസം അതങ്ങനെ വിട്ട്. കല്യാണം എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ലവ് അറേഞ്ച്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇക്കാക്ക് എന്നെ പ്രൊപ്പോസ് ചെയ്തതും വീട്ടിൽ വന്ന് ചോദിക്കി, പഠിപ്പിച്ചിട്ടുള്ള എന്നെ വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇക്കാക്ക് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടും ഒന്നാമത് അന്ന് ഇക്കാക്ക് ഭയങ്കര ഹാൻസം ആയിരുന്നു, ഇന്നും ഹാൻസം ആണ്. അല്ലാതെ ആ സമയത്ത് എങ്ങനെയാ, ഒന്നാമത് ചെറിയ പ്രായമായിരുന്നു. അപ്പോ ഞാൻ ഇക്കാക്കിൻ്റെ അടുത്ത് വന്ന് ഇക്കാക്ക് റെഡിയാണെന്ന് പറഞ്ഞു. വീട്ടുകാർ ചോദിച്ചു ഓക്കെ മുസ്ലിം ആവാൻ പറ്റുമോ? 3 അനിയത്തിമാരാണ് എനിക്ക്. അപ്പോൾ അവരുടെ കല്യാണം നാളെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഞാൻ മുസ്ലിം ആവാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവിടെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്മച്ചിയൊന്നും. പിന്നീട് കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ മരിച്ചതിന് ശേഷം
അമ്മച്ചി ഒറ്റയ്ക്കായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇക്കാക്ക് ഒരു അനിയത്തിയും ഉണ്ട്. അതുവരെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു? ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോ വീട്ടുകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? വീട്ടുകാർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇച്ചിരി വാശിക്കാരി. അപ്പൊ അന്നത്തെ സമയത്ത് ഞാൻ പിടിച്ച മുതൽ 3 മുമ്പ് അത് അങ്ങനെ തന്നെയായിരുന്നു അന്ന്. അപ്പൊ ആ വാശി കല്യാണം കണ്ട് കഴിച്ചു. അപ്പൊ എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു? ഒന്നും പറയാൻ പറ്റില്ല. അതെന്തത് 18 വയസ്സിൽ കഴിഞ്ഞിട്ടല്ലേ? 18 വയസ്സിൽ ആകെ വെസ്റ്റേൺ മാരേജിലൊക്കെ 18 വയസ്സാണ്. ശരിക്കും അതിന് മുന്നേ കിട്ടിയത് വെറുതെ അല്ല. ഇവിടെ 3 കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. ബാക്കി 2 കൂടി വിളിക്കപ്പോ അക്കു നിഹ ഇവിടെ വാ. നേരത്തെ കല്യാണം കഴിച്ചാലുള്ള ഒരു ഗുണം ഇതാണ്. നേരത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുറെ സുന്ദരി കുറെ അംഗൻവാടി ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ഒരു പൈലറ്റോ എയർ ഹോസ്റ്റസോ ഞാൻ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ അതിലെങ്ങനെ ജോലിക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഫ്രീ ആയിരിക്കുമല്ലോ അച്ഛനമ്മയ്ക്കും. അതാണ് അമ്മയുടെ മെയിൻ ആയിട്ടുള്ള ഇതൊരു എന്താ പറയാ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കാണാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആവുമല്ലോ. പിന്നെ അല്ല, അതിന് വേണ്ടിയിട്ട് മക്കളെ പൈലറ്റ് ആക്കുന്നു. 3 പേരായി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വർഷത്തിൽ കിട്ടുകയാണെങ്കിൽ 3 വട്ടം എനിക്ക് കിട്ടും. ഇനി ഞാൻ പ്രസവിക്കുകയാണെങ്കിൽ അതിന് അതല്ല. ഇതാണ് ഈ പ്രസവിച്ചതിന്റെ രഹസ്യം. ഇനി പ്ലാൻ ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വന്നപ്പോ നമ്മളുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ എന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയോ? അത് കൊടുന്ന പട വെച്ചേക്ക്, അതുവരെ തുറന്നിട്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ലാന്ന്. എവിടെ പെട്ടി? അവിടെ പെട്ടി ഇതുവരെ തുറന്നിട്ടില്ലാന്ന്. വന്നതിന് ശേഷം ഞാൻ തുറന്നിട്ടില്ല. പോകുമ്പോ എങ്ങനെ ഈ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ആക്കിയിട്ടാണോ പോയത്? അല്ലടാ, ഞാനൊരു 2 വീക്സിനുള്ള ഡ്രസ്സുകൾ എടുത്തിട്ടാണ് പോയത്. പിന്നെ കുറച്ച് ഡ്രസ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാക്കനോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, 2nd വീക്കിൽ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ബോക്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും അതിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ ഫസ്റ്റ് പോകുമ്പോ നമുക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകാന്നുള്ളതാണല്ലോ. ഞാൻ എന്തായാലും കൊളാബ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഈവൻ യാത്രയാണെങ്കിൽ ഇതാണ് എന്റെ ഡ്രസ് പാറ്റേൺ. പിന്നെ ഒരു കാര്യം ചെയ്തു, ഇത് ബിഗ് ബോസിൽ ഇടാൻ വേണ്ടിട്ട് തയ്പ്പിച്ച ഇപ്പൊ ഇതൊക്കെ ബിഗ് ബോസിൽ ഇടാൻ വേണ്ടി തയ്പ്പിച്ചാണ്. കുറെ ഇങ്ങനത്തെ ഇതാണ് എന്റെ ഡ്രസ് പാറ്റേൺ. അപ്പൊ ഞാൻ വേറെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാതെയാവും. ഇപ്പൊ ഈവൻ ലാസ്റ്റുള്ള മറ്റേ നമ്മുടെ എവിക്ഷൻ ആ ഒരു വീക്കിലി ഇതിനാണെന്നുണ്ടെങ്കിലും ഞാൻ നല്ല പൈസ കൊടുത്തിട്ടൊന്നും എടുത്തില്ല. എല്ലാം ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഡ്രസ് കോഡെല്ലാം എടുത്തേക്കുന്നത്. ഈ വർക്കൊക്കെ ചേച്ചി ചെയ്തല്ലേ? അതായത് നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് മാക്സിമം ഏതൊക്കെ രീതിയിൽ വീടൊന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു കുഞ്ഞു വീടാണ്. അപ്പൊ ആ കുഞ്ഞു വീടിനെ എങ്ങനെ കൊട്ടാരമാക്കാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. ഇപ്പോൾ അന്നുണ്ടായിരുന്ന കട്ടിലൊക്കെ കുഞ്ഞു കട്ടിലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇങ്ങനെ 2 കട്ടിൽ മേടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഞാനും ഇക്കാക്കിയും കുഞ്ഞാപ്പിയും കിടക്കും, അവിടെ അമ്മച്ചിയും 2 പിള്ളേരും അവിടെ കിടക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു വലിയ കട്ടിലൊക്കെ മേടിച്ചു. പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമായിരുന്നു സ്പ്രിംഗ് ബെഡിൽ കിടക്കണം. അതും ഞാൻ അതിന്റെ EMI ഇപ്പോഴും ഉണ്ട്. അതെല്ലേ? അപ്പം അപ്പുറത്തെ റൂമിൽ ഇനിയും കുറച്ച് പേര് ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? ആരൊക്കെ ഇരിക്കണം അവിടെ? അവിടെ ഇക്കാക്കയുടെ അമ്മച്ചി ഉണ്ട്, പിന്നെ എൻ്റെ വേറെ 2 പിള്ളേരുണ്ട്, പിന്നെ ഇക്കാക്കയുടെ അമ്മച്ചിയുടെ ചേച്ചി ഇപ്പൊ വന്നിട്ടുണ്ട് മീരത്തുനിന്ന്. അപ്പൊ അവര് മോളും ഉണ്ട്. മൊത്തത്തിൽ ഇത്രയും പേര് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ വിലങ്ങനെ കിടക്കും. ഞാൻ കുട്ടികളിക്കാക്കിയൊക്കെ അവരവിടെ 3 പേര് അങ്ങനെ കിടക്കും. തൽക്കാലം അവരിവിടെ ഒരു വീട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, നമുക്ക് അവിടെ പോയിട്ട് നിഷാൻ ചേച്ചിനെ പറ്റിയിട്ട് ഇനി എന്തൊക്കെയാന്ന് ചോദിച്ചറിയാം. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ട് കയറി വരാന്ന് വിചാരിച്ചു. പക്ഷെ വന്നപ്പോ ഇവിടെ ആകെ കൂരി ഇട്ടു. അപ്പൊ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ സർപ്രൈസ് ആയിട്ട് പൊളിക്കേണ്ടി വന്നു. ഇതാണ് ഇവരുടെ എന്താ പറയാ കൊച്ചു ലോകം അല്ലേ? ഭയങ്കര കൊച്ചു ലോകം. ഇത് നമ്മുടെ ഗസ്റ്റ് ആണ്, എന്റെ അമ്മച്ചിയുടെ ചേച്ചി മോളാണ്. ഇത് അമ്മച്ചി. ഒരാള് വരാനുണ്ട്, ഇക്കാക്ക വന്നിട്ടില്ല, ജോലിക്ക് പോയപ്പോ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി വന്നിട്ട്? ആക്ച്വലി പോകുമ്പോ പല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതില് പ്രതീക്ഷകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറണം, ഒന്നൊക്കെ എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞു വരണം എന്നുള്ളൊരു എല്ലാവരും നിന്ന് ഗെയിം കളിച്ചതിന് അപ്പിടി അടിച്ചു വരണം എന്നുള്ള ഉണ്ടായിരുന്നില്ല അല്ലെ? ജസ്റ്റ് അവിടെ പോയി വരണമെന്നുണ്ടായിരുന്നു. വിളിച്ചു, അപ്പൊ ജസ്റ്റ് പോകണമെന്നില്ല, എന്നാലും പോയിരുന്നെങ്കിൽ അതൊരു മനസ്സിന് വിഷമം. അതെ, അവിടത്തെ നല്ല ഫുഡായിരുന്നു. പൊതുവെ എല്ലാരും പറയും ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് തോന്നുന്നു പോവുകയാണ് തോന്നുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുഴപ്പമില്ല. എന്താണ് ഗോതമ്പ് ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ അത്യാവശ്യം പയറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹെൽത്തി ഫുഡായിരുന്നു, ഫുൾ പച്ചക്കറി. പിന്നെ ഇടയ്ക്കൊക്കെ ചിക്കൻ അതൊക്കെ കിട്ടും. ഐ മീൻ ലക്ഷറി കോൺസ് വഴി ചിക്കനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ എങ്ങനെയാ ഫുഡ് വെക്കുന്നത്? നല്ല ഫുഡൊക്കെ വെക്കോ? അവൾക്ക് ചിക്കൻ വെക്കാനും മീൻകറി അങ്ങനെ, പിന്നെ ബിരിയാണി അങ്ങനെയുള്ള വലിയ സാധാരണ നമ്മള് നോർമൽ ഫുഡ് ഉണ്ടാക്കല് അങ്ങനെ ഒന്നുമില്ല. അല്ലാതെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രം. അപ്പൊ മെയിൻ ആയിട്ട് അമ്മയാണോ കുക്ക് ചെയ്യുക? കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ്. കുക്കിംഗ് തീരെ താല്പര്യമില്ല അല്ലെ? അങ്ങോട്ട് വലിയ താല്പര്യം
പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവള് തന്നെ എല്ലാം ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ആ വെക്കണ സ്പെഷ്യൽ ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടം ഏതാ മോളുടെ? ബിരിയാണി നന്നായിരിക്കാറുണ്ട്. ഫ്രൈഡ് റൈസ് അത് അല്ല ആ മുഖം നോക്കാനവരും. ഇപ്പൊ ചേച്ചി അവിടെ ഹൗസിന്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഇവിടെ ഒരു ഭാഗ്യമാണ് കിട്ടിയത് കൊണ്ട് എല്ലാവരും നന്നായി നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് സാധാ ഭയങ്കര സെലിബ്രിറ്റി ആൾക്കാരെ പോലെ അല്ലല്ലോ കയറുന്നത്. ഒരു കോമൺ എന്ന അത് ആക്ച്വലി ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനല്ലേ, കോമണർ ആയിട്ട് കയറുന്നു. അതെ അതെ, ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയും ആൾക്കാർ അറിയുള്ളൂ, തിരിച്ചു വരുന്നു. അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ? ഒരു 2 ആഴ്ച കൊണ്ട് ഇത്രയും വലിയൊരു ഫെയിം ഉണ്ടാക്കിയിട്ടാ തിരിച്ചു വന്നത്. പിന്നെ കുറെ ആൾക്കാരുടെ സ്നേഹം. അതെ അതെ, കപ്പടിക്കണം എന്നുള്ള ഒരു ഇതിലാണ് പോയത് അല്ലേ? ഞാൻ ആ ഒരു മത്സര ബുദ്ധി എന്തായാലും ഉണ്ടായിരുന്നില്ല. നിക്കണോടത്തോളം നിക്കട്ടെ, ബിക്കോസ് എന്റെ ക്യാരക്ടർ പ്രേക്ഷകർ അറിഞ്ഞ് എനിക്ക് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നിക്കട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്ക് എന്റെ കൈ വിട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ബിക്കോസ് ബിഗ് ബോസിൽ ഇപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ ഇത്രയും ദിവസങ്ങൾ, ഇത്രയും മുഖങ്ങൾ, ടൈം അറിയുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്ക് പോകും. നമ്മുടെ മൈൻഡ് നമ്മളത് വണ്ടർലി ചെയ്യുന്നതല്ല പല കാര്യങ്ങളും. അത് ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് പോലെയൊക്കെ വന്ന് ചെയ്തു പോകുന്നതാണ്. അപ്പൊ എനിക്കും ചിലപ്പോൾ എന്നെ ഇപ്പൊ കാണുന്ന ആ ഒരു മാറ്റം ആയിരിക്കില്ല, ഇനി പോകാൻ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, ഇനിയും വല്ല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഇറങ്ങാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. അവിടുന്ന് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തല്ലോ? സുരേഷ് ചേട്ടനോ രതീഷ് ചേട്ടനോ? ഞാൻ സുരേഷ് ചേട്ടനെ റോക്കിനെ, രതീഷ് ചേട്ടനെ എനിക്ക് കിട്ടിയില്ല കോൺടാക്ട്. സുരേഷ് ചേട്ടനെയും റോക്കിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു. സുരേഷ് ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. റോക്കി ചുമ്മാ തമാശക്ക് പറഞ്ഞു, എടി നിങ്ങളൊക്കെ പോയപ്പോ എനിക്ക് അവിടെ ഒരു സമാധാനം ഇല്ല, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി. ഞാനിപ്പോ ഇത്തിരി പുട്ടും ചിക്കനും കഴിച്ചിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ സുരേഷ് ചേട്ടനും അതന്നെ. ആക്ച്വലി ആള് ലൈക്ക് ആൾക്കും ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു അവിടെ. ഒരു പേഴ്സൺ ആണ്. ആൾക്കും മൊത്തത്തിൽ മെന്റലി ഓരോ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഊഹിക്കാം, വീട്ടിൽ ഇതേപോലെ കണ്ടിന്യൂസ് വഴക്കുണ്ടെങ്കിൽ ആർക്കും പറ്റത്തില്ലല്ലോ. ആ ഒരു ഇത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പുറത്ത് ഇറങ്ങാനും പറ്റില്ല, ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ബിഗ് ബോസ് വിടത്തുമില്ല. അതിനാണെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നോമിനേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഫിസിക്കൽ അസോൾട്ട് ചെയ്യണമല്ലോ. അതല്ലാതെ വേറെ വഴിയില്ല അവിടുന്ന് ഇറങ്ങാൻ. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ റോക്കി നിയമം ലംഘിച്ചു അവിടെ, എന്നാലും റോക്കിനെ വിട്ടോ? ഇല്ല. അതിന് ക്ഷമിക്കും ബിഗ് ബോസ്. അപ്പം അതിന് കാര്യമായിട്ട് എന്തെങ്കിലും റീസൺ വേണം. ഞങ്ങളൊക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ പയറി, പിന്നെ മോരറി ഇരിപ്പുണ്ട്, മീൻ കറി ഇരിപ്പുണ്ട്, ഓക്കെ, കടലക്കറിയുണ്ട്, ഇന്നലത്തെ കടലക്കറിയുണ്ട്, പൂച്ചക്ക് വെച്ച ഉണക്കിയ സാധനമുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ഉണയിച്ചാ പോകുന്നുണ്ട്. പിള്ളാവുണ്ട്. അമ്മയുടെ കുക്കിംഗ് ഒന്നും മിസ് ചെയ്തില്ല എന്നാ പറയുന്നത്. ഇത്രയും നല്ല ഐറ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നല്ല വെറൈറ്റി കുക്കിംഗ് നടക്കൂല്ലേ, അപ്പൊ നമ്മളൊന്ന് വെറൈറ്റി കയറ്റി പിടിക്കണ്ടല്ലേ, ഇത് ഇനി വന്നിട്ട് പിടിക്കാലോ. അത് കാരണമാണല്ലേ. അവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കിയിരുന്നവര്? അവിടെ അവര് ഗോതമ്പ് മാവില് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ഗോതമ്പ് ദോശ, ഐ മീൻ ഒരു റൊട്ടി ടൈപ്പ് ഉണ്ടാക്കിയായിരുന്നു. അതേപോലെ മറ്റേ പയറ് കറി ഉണ്ടാക്കിയായിരുന്നു, രാജ്മ കറി ഉണ്ടാക്കിയായിരുന്നു, ദാൽ കറി ഉണ്ടാക്കിയായിരുന്നു, ചിക്കൻ വന്നപ്പോ ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. എല്ലാം വെറൈറ്റി വെറൈറ്റി. കൊത്തു പൊറാട്ട, അത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കൊത്തു പൊറാട്ട ഉണ്ടാക്കിയായിരുന്നു. സോ ഒരു വെറൈറ്റിയിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ജാനുവരി ആസാമിന്റെ ടൈപ്പ് ഓഫ് ഡിഷസ് ഒക്കെ കുറെ ഉണ്ടാക്കിയായിരുന്നു. തക്കാളിക്കറി, ഉള്ളിക്കറി, മുട്ടക്കറി, വെറൈറ്റി ഓഫ് ഡിഷസ് ഒക്കെയാണ്. അപ്പൊ അവിടെ ഏറ്റവും വലിയ മെയിൻ കുക്കാരാ? മെയിൻ കുക്ക് യമുനേച്ചിയാണ് കൂടുതൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കിച്ചണിൽ. നല്ല കുക്ക് വെക്കുന്ന സമയത്ത് നോറ നന്നായിട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിജോ വെക്കാൻ ശ്രമിച്ചായിരുന്നു നന്നായിട്ട്. ജാൻമണി നല്ല കുക്കാണ്. ഇതിനൊക്കെ മിസ് ചെയ്തില്ല അതിനകത്ത് പോയിട്ട്? അതിനെ മിസ് ചെയ്യാതിരിക്കും, പിന്നെ അതിനെന്നും മിസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വീട് എത്ര സെന്റിലാണ് നിൽക്കുന്നത്? അപ്പം ഇതൊരു 5 സെന്റില് ഒരു 400 സ്ക്വയർ ഫീറ്റ് വീടാണ്. 400 സ്ക്വയർ ഫീറ്റ്, 5 സെന്റ് അല്ലേ? അപ്പം മുന്നേ നിന്നിരുന്നത് 2 വീട്ടില്. അത് റെന്റൽ ഹൗസ്. അത് എവിടെയായിരുന്നു? അത് ഇതിന് കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ, കുറച്ചൊരു 3 കിലോമീറ്റർ മാറിയിട്ട്. അപ്പം ഇവിടെ തന്നെ വെക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു അല്ലേ? ഇവിടെ അടുത്ത് ഞങ്ങള് ആക്ച്വലി ഇവിടെ കോതമംഗലത്തേക്ക് ഷിഫ്റ്റ് ആയിട്ട്, ഞാൻ പാലക്കാടാണ്, ഹസ്ബൻഡിന്റെ വീട് കൊരട്ടിയാണ്. ഞങ്ങൾ കോതമംഗലത്തേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഒരു 10 വർഷമായിട്ട് നമ്മൾ വാടകയ്ക്കായിരുന്നു. സോ അപ്പൊ ഇപ്പോഴാണ് ഒരു ഇച്ചിരിയൊക്കെ ആയിട്ട് ഒരു സ്ഥലങ്ങൾ വാങ്ങിയതും ഇപ്പൊ വീട് വെച്ചു. അപ്പൊ ഈ ഒരു ഭാഗത്ത് തന്നെ വെക്കണം എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു സ്ഥലം കിട്ടി. അപ്പൊ കുട്ടികളെ ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ആക്കുകയും ചെയ്തു. അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയി നോക്കാനാണെങ്കിൽ വീട് പണി നടക്കുന്നത്. ഇങ്ങോട്ടേക്ക് റെന്റൽ വീട് മാറ്റിയിട്ട് വീട് പണി തുടങ്ങുന്നതിന്റെ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് റെന്റൽ മാറി. ഇതിന് മുമ്പ് വേറെ കോതമംഗലം ടൗണിലായിരുന്നു വീടുണ്ടായിരുന്നത്.
ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. അപ്പം ഇതാണ് നമ്മുടെ നിഷാൻ ചേച്ചിയുടെ ഒരു കൊച്ചു സ്വർഗം എന്ന് തന്നെ പറയാം അല്ലെ. ശരിക്കും ഞാൻ ബേബി ഹൗസിൽ കണ്ട ഒരാളെ അല്ല കേട്ടാ. നല്ലോണം വർത്തമാനം പറയുന്നത്, നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചാടി നിൽക്കുന്ന ഒരു ആളാണ് നിഷാൻ ചേച്ചി. എന്തോ കുഴപ്പമില്ല. അല്ല എന്തായാലും 2 ആഴ്ച ആണെങ്കിൽ ആ 2 ആഴ്ച കൊണ്ട് ഒരുപാട് നല്ല പോസിറ്റീവ് സമ്പാദിച്ചിട്ടാണ് വന്നത്. സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ഉണ്ട്. കാരണം ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയതും അതിലൊക്കെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതുപോലെ കുറെ കുട്ടിപ്പട്ടാളങ്ങളെ കണ്ടതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എപ്പോഴാണ് ഞാൻ ചേച്ചിയാണ് ബിബിയുടെ ഫൈനലിന്റെ ഡാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്റെ അല്ലേ, ഞാൻ ഇപ്രാവശ്യം എന്റെ ഡാൻസ് ഇല്ലാത്തതിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഖേദിച്ചിരുന്നു. അതെന്താ ഡാൻസ് ഇല്ലാണ്ടായേ? എനിക്കറിയില്ല. പിന്നെ 2 സ്റ്റെപ്പ് കിട്ടി. 2 സ്റ്റെപ്പ് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല. അപ്പൊ അതിന്റെ ഇതൊക്കെ പ്രതികാരമൊക്കെ നമ്മൾ എപ്പോ തീർക്കണം? അതെനിക്ക് അറിയില്ല കേട്ടോ. പറഞ്ഞു ഞാൻ വന്നിട്ട് ചെയ്യും അല്ലേ. അപ്പൊ ഞാൻ ഒരു ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങളെ യാത്രയാക്കാം. കഞ്ഞി എടുക്കട്ടെ രമണ? ഓക്കെ, ക്യാമറ കട്ട് ചെയ്യട്ടെ. താങ്ക് യു ചേച്ചി.